പോയിന്റാ വീട്ടിൽ പോയിന്റാ. ഡയറക്റ്റ് എൻകൗണ്ടറിൽ വീണ് മരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് മുതുക്കിലോട്ട് വാ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന നമുക്ക് ആ കുറ്റവാളിയെ പിടിക്കാന്നുള്ളതല്ലേ. ഇപ്പൊ നിങ്ങൾ അതിനുവേണ്ടിയുള്ള സ്പേസ് തരൂ. എന്റെ അഴുക്കമോണ്ടല്ലോ, തെണ്ടി സ്വഭാവമാണ് അവനെ, തെണ്ടി സ്വഭാവം. ഞാൻ അടിച്ച് തൊലയ്ക്കൂന്ന് പറഞ്ഞ ഇവൻ അച്ഛൻ ഉണ്ടാക്കിയതാണ് അവനെ. ஒரு பறவை அது பேரு பருந்த அந்த பருந்து கீழே 100 பசங்க. ചന്ദ്രൻ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ചന്ദ്രന്റെ കുടുംബം അടപടയിലോട്ട് ഇളകി വരും. വേറൊരു കമ്മ്യൂണി ക്ലാഷ് ആവും. ഓക്കെ സാർ. ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സാർ, അങ്ങനത്തെ പ്രശ്നമില്ല. എല്ലാം പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ട് സാർ. നമുക്ക് അങ്ങോട്ട് പോട്ടെ. അവിടെ കുറച്ച് ഇല്ലീഗൽ ആയിട്ട് കുറച്ച് ഇങ്ങനെ എന്തൊക്കെ ഒരു കള്ള ലക്ഷണം സാർ അവിടെ. ഓക്കെ സാർ, ഓക്കെ സാർ. ലൈസൻസ് ഉണ്ടോ എനിക്ക്? ലൈസൻസ് ഉണ്ടോ എനിക്ക്? ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഒരു കുട്ടി വണ്ടി ഓടിക്കും സാർ. സാറേ പോയി, അത് എന്റെ മകനാണ്. അല്ല എന്റെ മകനല്ല, എന്റെ മകനൊന്നുമല്ല, എന്റെ മകനല്ല സാർ. ഇല്ല സാർ, ഇല്ല 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 അങ്ങനെ നമ്മള് പിടിയോട്ട് വിളിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം പറ്റും, വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് ആളെ വിളിക്കാൻ പറ്റും. പേരൻസിന് അറിയാമെങ്കിൽ അവർ വിളിക്കാം. ഇല്ല സാർ, അറിഞ്ഞൂടാ അത്ര പയ്യനായിരുന്നു. ഇതിന് ആരെന്ന് മനസ്സിലായില്ല. നോക്കാം നമുക്ക്. ആ പിടി പിടി പിടി. സാറേ പറഞ്ഞോ, സാറേ പറഞ്ഞോ. ഓ വിളിച്ചോ, വിളിക്കോ, ഒന്ന് വിളിക്കോ. സ്പീക്കറിൽ സംസാരിക്കാം. 444 അല്ലേ? ആ ആള് കിട്ടുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ്, ആളെ മരിച്ച്. നമ്മളെ ബോഡി വല്ല എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ അറിയിക്കാം സാറേ. ഇയാളുടെ ഫ്രണ്ടിനെ കാണാനല്ല സാറേ, വിളിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്ത് ചെയ്യണം സാറേ? സ്വിച്ച് ഓഫ് സാർ, സ്വിച്ച് ഓഫ് സാറേ. ഓ 444 അല്ല സാർ, എന്റെ ഇതിൽ അസംഷനിൽ ആള് മരിച്ചു എന്നാണ്. ആ സാറേ, സാർ ഇപ്പൊ റിംഗ് ആവുന്നുണ്ട് സാർ, റിംഗ് ആവുന്നുണ്ട് സാർ. ഓക്കെ, ആദ്യം പുള്ളിയുടെ പേര് ചോദിക്കും, ഫ്രണ്ട് ആണോ? നിന്റെ പേര്? അല്ല സാറിന്റെ പേരെന്താ? സാറിന്റെ പേരെന്താ? തങ്കു. ഓക്കെ സാർ, ഓക്കെ. അല്ല അല്ല സാർ കിട്ടുന്നില്ല സാർ. വിളിച്ചിട്ട് ആളെ എടുക്കുന്നില്ല, ആളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഒടുക്കത്തെ ഇംഗ്ലീഷ്. അല്ല സാറേ, സാർ കൂട്ടനെ പറ്റി അന്വേഷിക്കാം. അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷ് ആരാ? ഇംഗ്ലീഷ് പറയും. എവിടെ വിളിച്ചെടുക്കുന്നില്ല? യു സോ ബിസി. കിട്ടി കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞ കാരണം പുള്ളിയെ കുറച്ചു മുമ്പ് ഇവിടെ വെച്ചിട്ട് നാട്ടുകാര് എല്ലാരും കൂടി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ആളെ കിട്ടുന്നില്ല. ആള് ഭയങ്കര വിഷമത്തിൽ പോയത്. സാർ സാർ ഒരു അനൗൺസ്മെന്റ് പുഷ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ സാർ പുഷ് ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാഡറ്റ് സാറേ വിളിച്ചോണ്ട് ഓടുന്നുണ്ട്. ആ സാറേ അതെന്താ സാറേ ആ ടീഷർട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ അത് ചോദിക്കും സാർ. മൈക്രോസ്കോപ്പിക് കണ്ണുകളാണ് ഇവിടെ. ഇവിടെ നോക്കട്ടെ. ആ സാറേ എവിടെയാണ്? ഒന്ന് വെള്ളം കട്ടിട്ടോ സാറേ, ഒന്നും കൊണ്ടുവരാം.
സാറെ വിളിക്കുന്നു സാറിനെ വിളിക്കുന്നു പരിചയക്കാരനാണ് കേട്ടോ മാറിന്ന് ഞാൻ പിടിച്ചോളാം ഇല്ല സാറേ അത് എന്റെ മകനാണ് സാർ എന്റെ മകനാണ് ഒരു മിനിറ്റ് സാറേ വീട്ടിൽ പോയി പടി പോ ചെല്ല് ഇവിടെ നിന്ന് കറങ്ങണ്ട ചെല്ല് നിന്റെ അടുത്ത് മാത്രമാണ് പോകാൻ പറഞ്ഞ വീട്ടിൽ പോടാ പെൺകൊച്ചിനെ കൊണ്ട് പോകാൻ നിൽക്കുന്നു കളിക്കാനാ എവനാ നിങ്ങൾ എന്താണ് പറയുന്നത് ആ പെൺകൊച്ച് പോലീസ് ചട്ടം ഇങ്ങനെ എടുക്കല്ലേ പോലീസ് ചട്ടം എടുക്കാൻ പോണേ ഉള്ളൂ വീട്ടിൽ പോണെന്ന് പറഞ്ഞ കടലിട്ടാണല്ലേ പോണ സാറേ കൊച്ചിനെ കുത്തി കുത്തിയതല്ല സാറേ പിള്ളേരെ ടോയ്സ് വെച്ച് കളിക്കുന്നേ ടോയ്സ് വെച്ചിട്ടാ നല്ല ബാറ്റ് വെച്ചിട്ട് അടിച്ച് അങ്ങോട്ട് ഇല്ല ടോയ്സാ കുഞ്ഞു പിള്ളേരല്ലേ സാറിന്റെ മോനാണ് എല്ലാരും ബാലസംഘത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ടാട്ടാ മോനെ പേരെന്തുവാ സൂര്യ അല്ലല്ല മുന്നിലോടുന്നത് ഇല്ല പീടിയിൽ അങ്ങനെ മോനും അച്ഛനും അങ്ങനത്തെ സെന്റിമെന്റ് സാധനമുണ്ട് ഭയങ്കര സ്നേഹം തോന്നുന്നു അവര് തമ്മിലാ സാറേ സ്നേഹം സാറേ പീൽ എത്ര സാറേ 18 ആ ഇപ്പൊ സമാധാനം പിയല് കുറവാണ് സാറേ പീല് കൂടുതലല്ലേ സാറേ എത്ര ഉണ്ട് സാറേ കൂടുതലാ സാറേ മിണ്ടുന്നില്ല ഇതല്ലടോ കാര്യം ടൈപ്പ് ചെയ്തോണ്ടിരിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ എന്റെ ഭരത് സാറേ അയ്യോ എന്റെ ഭരത് സാറെ പിടിച്ച അയ്യോ സാറേ ആ പിള്ളേർ തമ്മിൽ അടിയിലായിട്ട് ആരെ പോയിട്ടോ ഇതെന്താ കളിപ്പുള്ള കഴിച്ചാടാ സാറ് ഇങ്ങനെ കള കാണിക്കട്ടെ സാറിന്റെ അടുത്ത് പിടിച്ചു സാറേ കമ്പിളിന്റെ അടുത്തൊന്നും ചാടി തോളിക്കാരനടാ അച്ഛനാടാ നിന്റെ സാറേ എന്റെ അച്ഛൻ അത് നോക്കി പിള്ളേർ തമ്മിൽ അടി പിള്ളേരോടാ? വീണ് കിടക്കണം ചാടി തോളിക്കായിരുന്നു സാറിന്റെ ഒരു സെക്കൻഡ് സാറേ ചാടി സാറേ വണ്ടി വെച്ച് അടി കൊടുക്കും വാ സാറേ അത്രേ ഉള്ളൂ വാ ഒരു വടി എനിക്ക് കൂടെ തരാം ഞാൻ ഓടിക്കാം പോടാ വീട്ടില് തവളക്കുണ്ട് സാർ ഒരു കുഞ്ഞ് സാർ ഇവിടെ പിള്ളേര് ബാലസംഘത്തിൽ നിന്ന് ഇറങ്ങി അടിയാണ് സാർ ഇവിടെ ആ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറയാം സാറേ കോൾഡ് ബ്ലഡഡ് മർഡർ മണ്ടാണെന്ന് പറഞ്ഞ കൊച്ചു പിള്ളേരല്ലേ മോനെ അവിടെ എന്താ ഉണ്ടായേ മോനെ മോനെ അവിടെ ആ പെണ്ണിന്റെ പേരില് പെണ്ണിന്റെ സാറേ ഓക്കെ പേര് സൂര്യപ്രസാദനെ കൊണ്ടുവന്നത് ഇത് ജുവനൽ കേസ് അല്ല സൂര്യബസിന്റെ കുട്ടിയാണ് അത് അറ്റംപ്റ്റ് മർഡർ സാറേ സാറിന്റെ മോൻ കൊള്ളാം അതെ സാറിന്റെ മോൻ എന്താ പറഞ്ഞേ ഇത് ചന്ദ്രനാണോ അല്ലല്ല ഇത് വേറെ പയ്യനെ കൊച്ചു പിള്ളേരെ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കൊന്നുള്ള കാര്യമായിരിക്കാം സാറിന്റെ അടുത്തുള്ള ഫ്രസ്ട്രേഷൻ ആണ് അവൻ ഈ കുട്ടീന്റെ അടുത്ത് തീർത്തത് ആണോ എങ്ങനെയാണോ കുട്ടികളെ നോക്കണേ അങ്ങനെ എടാ കഞ്ചാവേസ് പിടിച്ച് അത്തരും കേട്ടാ വലിയ റോളറൊക്കെ ഇവിടെ കിടന്നു അത്ത് പോണോ ഉള്ള പോണോ കുട്ടിയുണ്ട് ഏത് കുട്ടി മൂന്നിനെ കൂടി കഞ്ചാവേസ് പിടിച്ചങ്ങോട്ട് മൂന്നെണ്ണത്തിന് കേട്ടാ ഞാൻ സാറിന് ചെയ്താ മൂന്നെണ്ണത്തിന് മൂന്നുള്ളപ്പോ മൂന്ന് കേട്ടാ സാറ് ഞാൻ സാറിന്റെ സൈഡാ ക്യാമറ എടുത്തിട്ട് സാറേ അങ്ങനെ ചെയ്യല സാറേ എന്താ സാറേ കഞ്ചാവോ എന്താ സാറേ പറയുന്നത് മനസ്സിലാവുന്നില്ല കഞ്ചാവോ സാറേ അബോധാവസ്ഥയിൽ കണ്ടു സാറേ ഈ സാറേ സാർ ഒന്ന് രക്ഷിക്കോ സാറേ മോനെ ആ പോക്കിയോ സാറേ പോക്കിയോ മേഡം സാറേ
പ്ലീസ് സാർ ആ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? ആ ഓക്കെ ആരാണ് കുറ്റവാളി? എന്താ അവിടെ നടന്നത്? സാറേ ഞാനേ സാറേ ഞാൻ എന്റെ ഞാൻ മോനെ ഞാൻ കണ്ട് വേറെ പോലീസാണ് ഈ പോലീസ്. പറയട്ടെ മോനെ പറഞ്ഞു മോനെ. സൂര്യബോസ് അല്ല മോനെ പറയട്ടെ മോനെ ചന്ദ്ര സാറേ ആണ് ചെയ്തേക്കെന്നാണ് പറയുന്നത്. സാറേ എന്നെ സൗണ്ട് ആരും കേൾക്കുന്നില്ലേ ചുമ്മാ ഒന്ന് പറയട്ടെന്ന് ഞാനും കണ്ടാ സാറേ, ഞാനും സാറേ, കണ്ടാ സാറേ, ലൈവായിട്ട് കണ്ടാ. സാറേ ഞാൻ പറയുന്നത് പറഞ്ഞു പുള്ളി ഇപ്പൊ പറയുന്നത് പറയട്ടെ. ഞങ്ങള് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി ഞങ്ങൾ പറഞ്ഞിട്ട് ആണോ ചന്ദ്ര? സാറേ ഞാൻ ദീർഘദൃഷ്ടിയിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞ സാറേ കള്ളം പറയാം. സൂര്യ ഇല്ലേ സാറേ സൂര്യയും ഈ പിള്ളേരെല്ലാരും കൂടി ഇവിടെ മുട്ടായ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ചാടി അവന്റെ കവാലത്തിലോട്ട് ചവിട്ടുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഈ കൊച്ചുവേനെ അല്ല അല്ല സാറേ ചിലപ്പോ ആ കുത്തി മോനെ പറയാം അതിന് ഇനി എനിക്ക് കണ്ടത് പറയാം സാറേ സാറേ നമുക്കൊന്ന് മാറി സംസാരിക്കാൻ പറ്റും. ചന്ദ്ര ആ സാറേ സൂര്യ വിളിപ്പിക്കാം. സാറേ സാറേ മെഡിക്കൽ അനാലിസിസ് നടത്താം സാറേ. കത്തി വെച്ച് കുത്തിയിട്ടുണ്ടോ ഇല്ലയോ കള്ളം പറയാൻ ഞാൻ ഒരു മെഡിക്കൽ അനാലിസിസ് നോക്കാൻ പറ്റും. സാറേ റേഡിയോയിലൂടെ പറ. സ്പോട്ടിൽ നിന്ന് മാറിയ ശരി. നീ പറഞ്ഞു. पिग्नर कॉल चाहिए आपका नंबर है जिसका कोड भी आता है कृपया थोड़े सुने ഡയറക്റ്റ് എൻകൗണ്ടറിൽ വീണ് മരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് മുതുക്കിലോട്ട് വാ. ഞാൻ കണ്ട് പെട്ടെന്ന് ഒരു ഞാൻ പിടിച്ചോളാം ശരി. അവര് കത്തി വെച്ച് കളിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല പിള്ളേരല്ലേ പുള്ളിയുടെ മോനെ സപ്പോർട്ട് ചെയ്തു. സാറൊന്നും സാറേ ആള് ഒരു രീതിയിലും വഴങ്ങുന്നില്ല സാറേ. ഞാൻ ആളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങട്ടെ സാറേ. ഓ ഉറപ്പായിട്ടും ഞാൻ വണ്ടി എടുത്തിട്ടില്ല സാറേ. സാറേ കൽപ്പറ്റ് വിളിക്കും. കൽപ്പറ്റ് ആ വാവക്കുട്ടി ഉണ്ടല്ലോ. ഓക്കെ സാറേ വാവക്കുട്ടി അവനോട് ഉണ്ടോ? രണ്ടുപേരും കൂടി ഒളിച്ചോടി സാറേ ഇവിടെ. ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ആ ഓക്കെ സാറേ. സാർ ഞാൻ വണ്ടി എടുത്തിട്ടോ സാർ ഇവിടെ അല്ലേ? സാറ് എന്തിനാ അവിടെ? ഞാൻ എടുത്തിട്ടോ സാറേ. താക്കോൽ സാറിന്റെ ആ ഓക്കെ ആ ശരി. ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഇപ്പൊ കുറച്ചു മുമ്പായിട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ചന്ദ്ര പറയുന്ന വാക്കുകൾ ആരെങ്കിലും കേട്ടായിരുന്നു അവിടെ? എന്താ സാറേ? ചന്ദ്രൻ കുറെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചില്ലേ അവിടെ അവരോട്? അവരാരെങ്കിലും അത് മൈൻഡ് ചെയ്തായിരുന്നോ? ഇല്ല സാറേ. ഇതാണ് ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന സിറ്റിസൺ 100 വാക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മള് പറയുന്നത് അവര് ശ്രദ്ധിക്കത്തില്ല. അവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റൂ. അവര് പറഞ്ഞു തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മളെ പറയാനേ അവര് സമ്മതിക്കത്തില്ല. ഇതറിയാവോ സാറിനെ? വർഗീസ് സാറാണ് അവിടുത്തെ മെഡിക്കൽ ഡയറക്ടറാണ്. നമ്മള് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി വർഗീസ് സാറിനോടായിരിക്കും നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. നമസ്കാരം വർഗീസ് സാർ. അപ്പൂപ്പന്റെ വീട് എവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ആവശ്യം വിളിക്കാൻ നമ്പർ തരുമോ? ആളില്ലേ? സാർ ഇവിടെ ഓഫീസിൽ അല്ല ഓഫീഷ്യൽ മീറ്റിംഗ് ഫോൺ സാറിന്റെ പേരാണ് ഇപ്പം ചാനൽ ഉണ്ടായിരുന്നേ. അതെ സാറേ.
ചന്ദ്ര നീ ഞാനും മാത്രമേ ഉള്ളൂ ഡ്യൂട്ടിക്ക്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ വേറെ ആക്ടിവിറ്റിക്ക് പോയി. ഓക്കെ സാർ, ഓക്കെ സാർ. അപ്പൊ സാറേ നമുക്ക് ഞാൻ വണ്ടി എടുത്തിട്ടാ സാറേ, ഞാൻ വണ്ടി എടുത്തിട്ടാ സാറേ. വന്നോ. വണ്ടി ഇടിച്ചല്ലോ സാറേ. ഹലോ കുട്ടി, നോക്കിയൊക്കെ ഓടിക്കണ കുട്ടി. പോലീസ് വണ്ടിയിലൊക്കെ ഉണ്ടോ ഇടിക്കണേ? ഇല്ല എന്താ പേരെന്താ? ഒരു വർഷത്തേക്ക് ഞാൻ ക്ഷമിക്കുകയാണ് കേട്ടോ. എന്റെ ഒരു ചന്ദ്രബോസ്. നൈസ് മീറ്റ്. സാർ കുഴപ്പമൊന്നുമില്ല. സാർ നമ്മളെ വണ്ടി തട്ടി സാറേ, ഫ്രണ്ടിൽ തട്ടി. നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് വിളിച്ച് പറയണം. അതുകൊണ്ടാണ് ബാക്കിയോട് സംസാരിക്കാതെ മേലോട്ട് മാത്രം സംസാരിക്കും. ഓക്കെ, ഓ ശരി. സ്വിച്ച് ചെയ്തോ മെയിൻ റൈഡിലോട്ട്. വീട് മാറിപ്പോയി. ഇത് മറ്റേ സ്ഥിരം പോകുന്ന അതുകൊണ്ട് കാര്യം എനിക്ക് കുഴപ്പമില്ല. കാരണം അതിനകത്തുള്ള കുടുംബത്തിലുള്ള ഒരാളിരിപ്പുണ്ടല്ലോ. നമ്മുടെ മസിൽ മെമ്മറി അങ്ങനെ ആയിപ്പോയി സാറേ. അതല്ലേ ഇങ്ങനെ ഇവിടെ നിന്ന് ഉറക്കത്തിൽ കിടന്നില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ചേർന്ന്. അതെ സാറേ. എവിടെ സൂര്യബോസ്? സാറേ സൂര്യബോസിനെ പിടിക്കാൻ സാറേ. അവൻ എപ്പോഴും ഡ്രസ് ഷോപ്പിൽ വരാം. അന്നാണ് ഡ്രസ് ഷോപ്പ് ആദ്യം വന്നത്. ഇനി അവനെ കാണാൻ ചാൻസ് ഉള്ള സാറെന്ന് പറഞ്ഞാൽ അവരെ കൂടെ കിടങ്ങാനുള്ള വാവക്കുട്ടി ഇല്ല. അമ്മയില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെരും കള്ളി അവളെ തൂക്കിന് ആദ്യം. പിന്നെ എലിക്കുട്ടി എവിടെയാണ്? ആക്ച്വലി എലിക്കുട്ടി ഇല്ല. എലിക്കുട്ടി സിറ്റിയിൽ നിന്നില്ലെന്നാണ് സാർ. ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് സിറ്റിയിൽ ഇപ്പം. ഓക്കെ, ഞാനൊരു കേസ് ഏൽപ്പിക്കട്ടെ ചന്ദ്രൻ. അതായത് എലി വിദ്യാലയത്തിനകത്ത് ഇന്നലെ ഒരു കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ അവരെ ഡിമാൻഡ് ചെയ്തത് എലിക്കുട്ടിയെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രൻ ഒന്ന് പറ്റുവാണെങ്കിൽ ഓക്കെ, 2 ദിവസം എന്തായാലും സമയമുണ്ടല്ലോ. ഈ എലി വിദ്യാലയത്തിനകത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസോ അങ്ങനെ ഇല്ലീഗൽ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചന്ദ്രന്റെ വേ ഓഫ് ലൈഫില് ഒന്ന് അന്വേഷിച്ച് കണ്ടത്. ഇൻട്രസ്റ്റിംഗ് കേസ്. നമ്പർ എത്രയാ? ഇല്ല സാർ, ഞാൻ വിളിക്കുന്നത് 8055 സാർ. ഹലോ അപ്പൻ, ഏതപ്പൻ സാറെന്നോടാ? എവിടെയുണ്ട്? കേട്ടില്ല. എവിടെ? ഔട്ട് ഓഫ് സ്റ്റേഷനാ എന്ന് പറഞ്ഞ? സാൻഡില. ലൊക്കേഷൻ അയച്ചേ. കളയല്ലേ കേട്ടാ. കത്തി വെച്ച് വേറൊരു കുട്ടിയെ കുത്തി എന്ന് മുതുക്ക് കറക്റ്റ് ബീച്ചിലേക്ക്. കൊച്ചിറങ്ങാൻ പിടിക്കാൻ എളുപ്പമാണ് സാറേ. ചന്ദ്ര വന്നിട്ടുണ്ട്. സാർ ഉറപ്പാണ് സാറേ. കള്ളന്റെ നിൽക്കുന്നു അതല്ലേ? അല്ല സാർ ഇവിടെ നിൽക്കുമ്പോ തോന്നിയില്ല എനിക്ക്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന? എങ്ങനെയാണ് സിറ്റി നന്നാക്കണേ? ഇതൊന്ന് ഫൈൻ അടിക്കണം. സൈലൻസർ എവിടെ വെച്ചാണ് നോക്കിയത്? ഫൈൻ അടിക്കണേ. എന്ത് ഫൈന്? അതെ പോലീസിനെ ചോദ്യം ചെയ്യല്ലേ? നിങ്ങൾക്ക് വെക്കാല്ലേ? നമുക്ക് വെക്കാം. തെറ്റ് കാണിച്ചാൽ നമുക്ക് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ ഊഷാതാടി വലിച്ചിങ് എടുക്കും. കേട്ടാ ഇത്ര മാന്യതയൊക്കെ ഉള്ളു. ഇത്ര മാന്യതയൊക്കെ ഉള്ളു. കേൾക്കുന്നുണ്ട്. ഓഫീസറിനെ താങ്കൾ എന്തൊക്കെ തോന്നിയോടെ കാണിക്കും? നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ ഒത്തുപോരം സൈലൻസറിന്റെ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നം തുടങ്ങുമോ? ഇല്ല സാറിന് എന്താ പ്രശ്നം? സാറിന്റെ താടിയിലെ കരിഞ്ഞു പോയോ ഇപ്പോ? ആരിത് ഈ കൊച്ചക്ക?
സാറ് പുതിയ ഡ്രൈവറിനെ എടുത്തായിരുന്നു. ചന്ദ്ര പീടിയിലോട്ട് പോവാം. അവിടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് കണ്ടോളാം. സാറേ ലാത്തി അടിച്ചു തുറക്കട്ടെ സാർ എല്ലാത്തിന് ലാത്തി അടിക്കണ്ട, ആദ്യം നമ്മൾ അവരോട് സംസാരിക്കും. അവരുടെ പ്രൊട്ടസ്റ്റ് എന്തിനാണെന്ന് നമുക്ക് അറിയണ്ടേ. സാർ അങ്ങനെ ആദ്യം ലാത്തി പിന്നെയാണ് സാറേ പ്രൊട്ടസ്റ്റിന്റെ ബാക്കി കാര്യങ്ങൾ. അത് നമ്മളിങ്ങനെ ആദ്യം ലാത്തി ഉപയോഗിക്കണം. അപ്പൊ ഞാൻ സാർ ഞാൻ ജോക്കിയാണെങ്കിലോ സാർ ഞാനൊരു രീതി പറഞ്ഞുതരാം സാർ. ആദ്യം നമ്മൾ ആ പ്രൊട്ടസ്റ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ജോക്കിയാണെങ്കിലോ സാറേ കാവലാണ് കാക്കി. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലും. അപ്പൊ പിന്നെ കാവല് കാണൂല കാക്കീര. ഇപ്പൊ ശരി സാറേ. ഇപ്പൊ ഞാൻ നോക്കട്ടെ സാർ. ആരൊക്കെ നോക്കട്ടെ സാർ. എല്ലാരെയും അടിച്ചൊതുക്കും അടിച്ചൊതുക്കും. അറിയില്ല ആരാണെന്ന് അറിയില്ല. ഓക്കെ അവിടെ പാ സാർ ഇവിടെ അത് അപ്പുറത്താണോ? ആ നമുക്ക് നമ്മുടെ പാർക്കിംഗ് സാർ പ്രൊട്ടസ്റ്റ് എവിടെ? ഹലോ കുഞ്ഞിനെ പോലും കാണാനില്ല. അകത്ത് ഹലോ 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 എന്താണ് പ്രശ്നം? എന്താണ് സാറിനോടല്ല ഞങ്ങൾക്ക് സംസാരിക്കണേ, ഞങ്ങൾക്ക് വേറെ സാറുമാര്. അതെന്ത് എന്റെ അടുത്ത് സംസാരിച്ച പറ്റില്ല. ഞാനിട്ടേക്കണേ ബാക്കിയല്ലേ ചേട്ടേക്കണേ. എന്താ ഒരാൾ സംസാരിക്കണം സാറേ. ഞാൻ സാറേ ആ കുട്ടികള് തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ ആ സാറിനോട് നേരത്തെ പറഞ്ഞു. എന്നിട്ട് ആ സാറിന്റെ മോൻ ഒരു കുട്ടിയെ കത്തി വെച്ച് കുത്തി, ആ കുട്ടി മരിക്കാനൊക്കെ കിടക്കുമ്പോ ഡോക്ടർ വന്ന് രക്ഷിച്ചതെല്ലാം സാറ് കണ്ടതാണ്. അപ്പൊ ഞാൻ ആ കാര്യം സാറിനോട് പറഞ്ഞപ്പോ സാറ് പറയാ സാറിന്റെ മോനെ സപ്പോർട്ട് ചെയ്തിട്ട് സാറ് സാറ് എന്നിട്ട് ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. കഞ്ചാവ് കേസിൽ കൊടുക്കും, ഇത് പുറത്തു പറയരുത് എന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളെ കേസ് കൊടുത്ത് ജയിലിലാക്കുന്നൊക്കെ ഉള്ള രീതിയിലാക്കിയിട്ട് ഈ കുഞ്ഞു കുട്ടിയെ വേറൊരു കുഞ്ഞു കുട്ടിയെ ആരോ ഭീഷണിപ്പെട്ടു. ആ കുട്ടിയോട് ഒരു കാര്യം പറയട്ടെ. ആ കേസിലാണ് ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യബോസിനെയാണ് ഞങ്ങൾ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടത്. പറയട്ടെ, സോറി, നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഓക്കെ ഞങ്ങൾ അവിടെ നിന്ന് ആ കേസ് പകർത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ അപ്പൊ നമുക്ക് അതിനുള്ള എന്ത് വേണം? സാറിന് വരാവോ? സാറിന് വരാവോ? സാർ മാത്രം ഒന്ന് വരാവോ? സാർ ഞാൻ ഇതൊന്ന് സംസാരിച്ചേ സാറിന്. സാർ മാത്രം ഒന്ന് വരാവോ? ഒന്ന് വരാം. എന്താ മോനെ കേസ്? അതെ അതെ സാർ ഒന്ന് മാറണേ, ഒന്ന് മാറണേ സുഹൃത്തെ, ഒന്ന് മാറണേ. സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ലല്ലോ. മോനെ നന്നായി നോക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അതുകൊണ്ട് ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? ഞാൻ കാര്യം പറയട്ടാ. ഞാൻ ഈ കാക്കി ഊരും, ഇത് ഊരിയിട്ട് ഞാൻ അങ്ങോട്ട് വരും. നിന്നെ എവിടെ കണ്ടാലും നിന്നെ അവിടെ ഇട്ട് ഇടിക്കും. ഞാൻ ഇടിച്ചു നിന്നെ തൂറ്റിക്കും. ഒന്നും കൂടി പറഞ്ഞ സാർ. സാറേ അല്ലല്ല പറഞ്ഞ കേട്ടില്ല സാറേ. ഒന്നുമില്ല സാറേ. സാറേ ക്യാമറ ഓഫ് ചെയ്യണം സാറേ. ക്യാമറ ഓഫ് ചെയ്യണേ. സാറേ ഇത് അനാവശ്യമായിട്ട് ഞങ്ങളെ ട്രിഗർ ചെയ്യില്ല സാറേ. സാർ എന്നെ തെറി വിളിച്ചു, എന്നിട്ട് സാർ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ പറയല്ലേ പ്ലീസ്. സാർ ആ ഫോൺ ഓഫ് ചെയ്യണം സാർ. ആ ഫോൺ ഓഫ് ചെയ്യണേ സാർ. ആ ഫോൺ ഓഫ് ചെയ്യണം സാറേ. ഫോൺ ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്ത് സാർ ഫോണൊന്ന് മാറ്റണേ സാറേ. ഓക്കെ അപ്പൊ കാര്യം മനസ്സിലായില്ലേ? പെട്ടെന്ന് ആ കേസ് ഒന്ന് പിൻവലിച്ചിട്ട് സാറിന് വീട്ടിൽ പോയിരുന്നെങ്കിൽ വലിയ ഉപകാരം. എല്ലാരും ഉണ്ട്. അവിടെ നിന്ന് എല്ലാത്തിനും ഞാൻ കത്തിക്കും. ഇത് കഴിഞ്ഞിട്ട് പട്ടത്തിട്ട് കത്തിക്കും. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സാറേ. ഞാൻ ചെയ്യാനല്ലേ പോണേ. സാറേ അയാള് ഭയങ്കരമായിട്ട് സാറേ ഭയങ്കര റോങ് ആണ്. ആള് ഭയങ്കര റോങ് ആണ് സാറേ.
സാറേ അതെ സാറേ ഭയങ്കരമായിട്ട് റോങ് ആവുന്ന ആള് സംസാരിക്കുമ്പോ. ഈ ഷർട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറെ രൂപ. ഷർട്ട് ഉരിക്കഴിഞ്ഞാൽ വേറെ രൂപമല്ലേ അതെല്ലാരും? എന്തായി പറയുന്ന സുഹൃത്തെ? ഷർട്ട് ഉരിക്കഴിഞ്ഞാൽ എല്ലാരും വേറെ രൂപമല്ലേ? പാന്റ് ഊരണോ? സൂര്യബോസിനെ നമ്മുടെ സൂര്യബോസിനെ ഇതാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യവും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്റ്റർ ചന്ദ്രനെതിരായിട്ടുള്ള കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അതായത് ചന്ദ്രബോസിനെതിരായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കംപ്ലൈന്റും അതുപോലെ തന്നെ സൂര്യബോസ് അവിടെ കാണിച്ച ഒരു ആക്ഷൻ ഇല്ലേ, അതിനെതിരായിട്ടുള്ളത് ഞങ്ങൾ എടുക്കുന്നേ. ഓക്കെ, വി നീഡ് ടൈം. ഓക്കെ, ഫസ്റ്റ് ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നതല്ലേ ഏറ്റവും ആദ്യത്തേത്. അത് ഇനി ആരെയും ഇനി ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുന്നതല്ലേ ഫസ്റ്റ്. മാഡത്തിന് ഒന്ന് പോകാൻ പറയാവോ? ഷീ ട്രൈങ് ടു ഡു സംതിങ് എൽസ്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന നമുക്ക് ആ കുറ്റവാളിയെ പിടിക്കാന്നുള്ളതല്ലേ? ഇപ്പൊ നിങ്ങൾ അതിനുവേണ്ടിയുള്ള സ്പേസ് തരൂ. ഓക്കെ, ഓക്കെ, അതൊരു കൊച്ചുകുട്ടിയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, കൊച്ചുകുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ പാസ്പോർട്ട് റദ്ദാക്കാൻ വരെ എനിക്ക് ശുപാർശ കേൾക്കാം. ഓക്കെ സാറേ നമുക്ക് പോ സാറേ, നമുക്ക് പോ സാറേ. സാർ നമുക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റില്ല സാറേ, നമുക്ക് പോ സാറേ, വരൂ. ഓക്കെ, ഹലോ, ഞാൻ വീടിലോട്ട് ഈ ഒരു മര്യാദക്ക് സറണ്ടർ ആയതില്ലെങ്കിൽ എന്റെ തനി കുണം ഞാൻ ഇറക്കും, ഓട്ടിച്ചിട്ട് പിടിക്കും. അടിയെന്ന് പറഞ്ഞാൽ പുറം പൊളിയുന്ന അത്ര രീതിയിൽ അടിക്കും. മനസ്സിലായ? ആ, മര്യാദക്കോ സറണ്ടർ, മര്യാദക്ക് അടിച്ച് തൂറ്റിക്ക് ഞാൻ. അല്ലെങ്കിൽ കേട്ടാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്. മര്യാദക്ക് വന്നു കഴിഞ്ഞാൽ ഫൈൻ തന്നു വിടാം. അല്ലെങ്കിൽ അടി എന്ന് പറഞ്ഞാൽ തൊലക്കിഞ്ഞ് വന്നാണ് വന്നാണ്. ആ, ഇപ്പൊ വരുവോ? ഡേ ആ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. 5018 ആ, വരാം. സാർ 5018 ആള് ഉണ്ടെന്നൊരു ഇത് കിട്ടി സാറേ. പെട്ടെന്ന് നോക്കിയാൽ ചന്ദ്ര, വേറെ കാര്യം പറയട്ടെ. കേസ് കൊടുക്കാൻ വന്ന ഒരു കൂട്ടം ജനങ്ങളെ ഒന്ന് കത്തിക്കുമെന്നെന്തോ വാഗ്ദാനം കൊടുത്ത് കേട്ടു. ഞാൻ പറഞ്ഞു ചന്ദ്രനാണെങ്കിൽ ഈ അപ്പാപ്പനോട് വലിയ ശില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാണിക്കുന്നുണ്ടോ അങ്ങേര്? എന്താ പ്രശ്നം? വലിയ സൂക്കേടാന്നേ. എന്നെ മറ്റേ എന്റെ ടയറിനെ ഊരിക്കളയ വണ്ടിയിലെ മറ്റേ ഇങ്ങനെയാണ് എനിക്ക് വരുന്ന വഴി വീഡിയോ തന്നത്. ആണ് വയസ്സാങ്കാലത്ത് ഇയാൾക്ക് അടങ്ങിയിരുന്നു. വീട്ടിലെങ്ങാണോന്ന് ഒന്ന് തറയിലൊക്കെ വീട്ടുകാരൊക്കെ ഒന്ന് കാണാൻ പറ്റും. അത് പോട്ടെ, ആ കേസ് കൊടുക്കാൻ വന്നവരെ 5 കേസ് ഇപ്പൊ ഇല്ല. അവനെ ഇടിക്കുന്നേ അത് വേറെ. അത് ഈ പിടിക്കനെ പിടിച്ചോട്ടെ. അവന് വലിയ പ്രശ്നം. അവന് സൂര്യക്ക് അവൻ ചേട്ടാ മറ്റേ പാവക്കുട്ടി ഏതൊരു പയ്യെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാ മറ്റവനെ കുത്തിയത്. ആ മറ്റവനെ കുത്തി. ആരും കുത്താൻ തെണ്ടി ചെറുക്കൻ. എന്നിട്ടേ വലിയ മാസം അടിച്ചോണ്ട് നടക്കുക പിടിയരാതെ. വളർത്തുദോഷം. അന്തേ കൊണ്ടല്ലേ പിള്ളേര് പഠിക്കുന്നേ. മാറ്റം എന്തേലും വരുമോ? പിന്നെ ഞാൻ അവരെ ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ, കംപ്ലൈന്റ് കൊടുക്കാൻ വന്നവരെ. ഞാൻ പറഞ്ഞു ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു കത്തിക്കും, അവിടെ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ മകനെ നീ എവിടാ? നീ അല്ലെങ്കിൽ നീ എവിടാ? നീ എവിടാ? எனக்கு பயமா இருக்குமா? நான் நீ சொல்லி தர மாட்டேன். நான் இப்ப வந்து நம்மளோட என்ன ஆச்சுன்னா பீடில வந்து வாவானால இருந்தோமா. ஓகே, நீ எங்க இருக்கு? நான் அவட வந்து பேசா. எங்க இருக்கு? ஆமாமா, ஊர்ல பேசலாமா?
எவ்வளவு இருக்குடா நான் வரேன்டா உனக்கு அம்மாவை விசுவாசம் இல்லையா உங்கள விசுவாசம் இருக்குமா கன் பாயிண்ட் பண்ணி ஏதாவது செய்தா എന്ത് ചെയ്യാൻ உன்னை നീ ഇപ്പൊ എവിടാ நான் இப்போ வந்து அம்மா ரேஸ்கோ சரிமா കോഡ് சொல்லடா എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല കോഡ് சொல்லு இல்லம்மா பக்கத்துல அந்த பீடி நின்று கேக்குறாங்களா அவங்களுக்கு தெரியும் ரேஸ்கோஸ்ன்னு சொன்னா தெரியும் പീടിയാ എവിടെ പീടിയാ இல்ல ഇല്ല இல்லம்மா நம்ம எப்பயுமே இந்த மணி டஃப் இருக்கும்ல அங்கதான் നീ ടഫ് അതാ പറഞ്ഞ ഇവനെ മറ്റേ പുണ്ടച്ചിവൻ മെറ്റേ ഉറപ്പിച്ചോ ഇത് മെറ്റയാ എടി ഞാൻ ഒരു PD ഓഫീസറിനെ തട്ടിക്കൊണ്ടുവന്നു നാണോ ഇല്ലാത്തവനാ ഇപ്പൊ അവിടെ നിക്കും കേട്ടോ മറ്റേന്ന് മൊത്തം പറഞ്ഞോണ്ടല്ലേ മണി ടർഫ് ഇപ്പൊ വന്ന് അവക്കറിയാം മണി ടർഫ് മാർക്ക് ചെയ്യോ നിനക്ക് വേണ്ട പറഞ്ഞൂടെ എവിടെ നിന്ന് അറിയാം പക്ഷേ വഴി അറിഞ്ഞു ഞാൻ പറഞ്ഞ നേരെ പോ ഇതെന്താ സംഭവം എന്താ വെറ്റ് സംഭവം പറഞ്ഞുതരാം നിന്നെയാണ് അവൻ കേറി പിടിച്ചേ റെഡ് കൊടുക്കണ സൂര്യ എന്തിനാ അവനെ ഹലോ പിടിക്കണേ ചന്ദ്ര റേഡിയോ ഇറങ്ങരുത് യു ആർ ഇൻ കമ്മ്യൂണിറ്റി സർവീസ് ആക്ച്വലി പറഞ്ഞിട്ട് പോണം ഇല്ല സാർ ഞാൻ അണ്ടർ കവർ ഓപ്പറേഷനിലാണ് ഞാൻ സാർ ഇനി ആരില്ലാത്ത അലപ്പില്ലാത്ത റേഡിയോ ഏതാണ് സാറേ 1.5 ഉണ്ടോ സാറേ അറിയൂ ഞാൻ അവിടെ ചെന്നിട്ട് അത് ആര് പിടിച്ച് തോളി കയറി ഇവിടുന്ന് ലെഫ്റ്റ് നോക്കി പോടാ എടി പോയി വണ്ടി എടുത്തോ നിന്റെ അച്ഛന്റെ മുറി എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് എടുത്തോ ഡ്രൈവർ വണ്ടി എടുക്കും ഡ്രൈവർ എന്താ 10 പൈസക്കെങ്കിലും ബുദ്ധി വേണോടി 10 പൈസക്കെങ്കിലും കേറി അങ്ങ് ഇരുന്നല്ലോ അങ്ങ് ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല അടിച്ചടിച്ചടിച്ചടിച്ച് ഞാൻ ആ പമ്പിന്ന് കേട്ടോ ക്യാം വാങ്ങുന്നത് എക്സ്ക്യൂസ് മീ മാറോ വെയിറ്റ് ഞാൻ വണ്ടി എടുക്ക ഇറങ്ങടി വണ്ടി നിന്റെ അഴുക്കമോണ്ടല്ലോ തെണ്ടി സ്വഭാവമാണ് അവരെ തെണ്ടി സ്വഭാവം ഞാൻ അടിച്ച് തൊലയ്ക്കൂന്ന് പറഞ്ഞേ ഞാൻ അറിയാം ഞാൻ പിടി കയറിയത് എന്നിട്ട് ചന്ദ്രന്റെ മോനായതുകൊണ്ട് ഞാൻ പിടി തരത്തില്ലാന്ന് അവൻ ആരാ കാട്ടവരാതിര മോൻ ഞാൻ വിളിക്കട്ടോ വിളിക്കട്ടെ സൂര്യ ഞാൻ മണി ടർഫ് വന്ന് എവിടാ അവിടെ എവിടെ ഇരിക്കണേ ഈ നാറിയുണ്ടല്ലോ ഞാൻ ടിക്കറ്റ് വലിക്കോ ഇത് പന്ന കഴിവേറിയുടെ മോൻ എന്താ പറഞ്ഞേ ആ അവിടെ തന്നെ ഉണ്ടെന്ന് പഠിച്ചു കയറിയത് പോലെയൊക്കെയാണല്ലോ അണ്ണു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ സൂര്യ சொல்லுமா என்னாச்சு வா வண்டி கேறு வா பக்கத்துல ஆறுமா இது என்னோட ஃப்ரெண்ட் സംസാരം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പാടില്ല ഇറങ്ങടാ വണ്ടിന്ന് വണ്ടി കേറടാ വണ്ടി കേറി ഇപ്പൊ വണ്ടി കേറിയില്ലെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് എടുക്കുവേ വണ്ടി കേറടാ ഈ വണ്ടി കേറങ്ങോട്ട്
இது போல மாட்டிக்க கூடாதுப்பா. அப்பா அப்பா வந்து சோதிக்குமா என்ன? நீ எடுக்கிற நான் பீடி ஆகாம நீ போய் மாட்டி പീഡിയല്ലടാ. அம்மா அப்பா பீடி ஆயிமா? ഇറങ്ങി ഞാൻ. വാ പീഡി പോയി அது അപ്പനെ കാണാം വാ. பிரச்சனை சத்தியம் பண்ணா இப்ப நான் மாட்டிக்கிட்டா அசிங்கமா புத்திமுட்டு. നീ ഇപ്പൊ ഞാൻ വിളിച്ചാ വരുന്നുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇനി വരല്ലേ. ഇറങ്ങി അടുത്തത് പോന്ന്. ഈ വണ്ടി വെച്ച് അവനെ പിടിക്കാൻ ഈ പറ്റുമോ? തൊട്ടി വണ്ടി അവൻ ഇത് മാച്ച് കത്തിച്ചോളാം, ഒരു സംശയമില്ലേ? പീടി ഹെലി പിടിച്ച കേട്ടാ ആളെ. ആ. ഐസൈറ്റ് കിട്ടി. ആ, ആ പീടി ബാക്കിന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇത്രയും പീടി അവന്റെ പുറകെ പോവാൻ എന്താണ് കാര്യം? എടി അവിടെ ഒരുത്തനെ കുത്തിയെന്ന്. എന്റെ ആദ്യത്തെ കേസ് ഇവനാ, മയിലൻ. സൂപ്പർ. അച്ഛൻ മോനെ പിടിക്കുന്നു. നിന്റെ ഈ ഒലത്തിയ വണ്ടിയും കൊണ്ട് വന്നേക്കാണല്ലോ. ഒലത്തിയ വണ്ടി ഇത് നിന്റെ അച്ഛന്റെ മറ്റേ ജാമ്പൂന്റെ അടുത്ത് അങ്ങനെ വാങ്ങിയ വണ്ടിയാണ് ഇത്. റേഡിയോ കോൾ എടുക്ക് നിർത്താൻ പറ. നമ്മളെ കൂടെ കേറ്റാൻ പറ. എന്റെ കൂടെ നിന്റെ തന്തയിൽ വണ്ടി ഇത് പോണേ കേട്ട് പോയെ. ബൈക്ക് മതിയായിരുന്നു. വെകളീരമോൻ സത്യം. ഇത് എന്തൊരു കരിയോ വണ്ടി പൊട്ടിത്തെറിക്കോടെ. ഇത് പേടിയാണ് എനിക്ക്. ഇത് എന്തോന്ന് വണ്ടി ഇത്? എന്റെ ടയർ മതിയിൽ ശരിയാക്കി തന്നോളൂ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? എന്റെ സമനില തെറ്റിയിരിക്കണേ. ഞാനേ ഇപ്പൊ ശരിയാക്കി തരാം. വണ്ടി എടുക്കാന്നില്ലേ? എന്റെ വണ്ടി ഒരു അഡ്മിൻ വന്ന് 4 ടയറിന് ഊരിയും കളഞ്ഞു. ഓ നമുക്ക് ആ മഞ്ഞ കാർ വാങ്ങിച്ചാലോ? ഹലോ 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 ബ്രോ. ബ്രോ ഞങ്ങളെ പീഡിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ വണ്ടിയുടെ ആവശ്യമുണ്ട്. ഒന്ന് തരാവോ? ഈ വണ്ടി എടുത്തു. പിങ്ക് വണ്ടി എടുത്തു. എടുത്തോ. അല്ലേ സ്പീഡ് ഉണ്ടല്ലോ അല്ലേ? പിന്നെ പക്കാ സ്പീഡാ. എന്താ അങ്ങനെ വർത്താനം? 200 കയറോ? 230. ആ അത് മതി. ആ പ്രാന്തം ചേർത്ത് ഇതിന്റെ മണ്ടക്കോട്ട കയറിപ്പോയാ? ഇല്ല 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 ഞാൻ പറയുന്ന അവൻ നേരെ പോയി. അതിനവൻ നിന്റെ മോലല്ല. ഞാൻ വേണേ മെറ്റടിച്ച് പറഞ്ഞുതരാം. തിരിച്ചു പോയി. ഇപ്പൊ പോകുന്നത് അങ്ങോട്ട് പോയാ? അങ്ങോട്ടോ അങ്ങോട്ടോ ഇതാ പോകുന്നത്. എടാ പരന്നാറി. ആരാ ഈ പ്രൊഡക്ഷനൊക്കെ ഇടുന്നത്? നേരെ പോയാ? പോട്ട് കൊടുക്കോടാ. നിന്റെ പോട്ട് കൊടുക്കോടാ. സ്പീക്കർ നിന്റെ പോട്ട് കൊടുക്കോ? ഒരു വാർത്ത വണ്ടി നിർത്ത്. ഒരു വാർത്ത. ഓക്കെ ഓക്കെ ഓക്കെ. ആ എല്ലാം പിടിച്ചിട്ട് വാ. ആ പോയിലാകാതെ നീ സറണ്ടർ അപ്പ പേര് പോവൂല. നിന്റെ പേരേ പോകത്തുള്ളൂ. എടാ നിനക്ക് നിന്റെ അപ്പാവെ രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അറിഞ്ഞൂടാ അവന് കള്ളൻ. ഇവന്റെ ഇത് വണ്ടി ഞാൻ പിടിച്ചു വാങ്ങിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ കുണ്ടച്ചുമായി വണ്ടി ഓടിക്കണ്ട. ഇനി ഞാൻ വേണമെങ്കിൽ വിൻഡോ ഇറങ്ങി ഫയർ ചെയ്യട്ടെ. മറിയണേ ദൈവം, മറിയണേ വണ്ടി.
എന്നെ പീഡി കേൾക്കും. അവൻ അച്ഛൻ ഉണ്ടാക്കിയതാണ് അവനെ. അച്ഛൻ നോക്കി പന്നം. എന്റെ വണ്ടി നമ്മളെ ചേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടോ അവൻ. എടി എവിടെ പോയി അവരാതിരമോയെ? ഞാന് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ. എക്സ്റ്റാറ്റില് മൈ സൺ ഈസ് നോ മോർ എന്ന്. ഹലോ ബരസാറേ. ബരസാറേ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആളെ കണ്ടായിരുന്നു അവിടെ വെച്ച്? അവൻ പിടിയെടുക്കാതെ പീഡിയായിട്ട് നോക്കിയത് നടക്കുക. അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ആയിട്ടുണ്ടേ. സാറേ ആളെ പിടിച്ചോ സാർ? ആത്തിട്ട് എന്താ ചെയ്തു സാറേ? കുഴപ്പമൊന്നുമില്ല. കുട്ടിയായോണ്ടാണ് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത് ചന്ദ്ര. സാറേ ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി. സാറേ ആളുടെ ലൊക്കേഷൻ എവിടെയാണ്? ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാ സ്പോട്ട് ചെയ്തത് നിങ്ങള്? ടോണി സായദ്. അവനെവിടെ? സ്റ്റാൻഡിന്റെ സൈഡിലാണോ? ഓക്കെ ഓഫീസറിന്റെ എവിടാ? എവിടെ? എവിടെ? എന്റെ അമ്മ എവിടെ വന്നല്ലോ കള്ളി. കേറി 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 കേറി. ചെല്ലുമല്ലേ? കേറി 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 കേറി. ഞാൻ കഞ്ചാവ് നടാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. 800 CR സ്പീക്കർ 200 50 CR ഞാൻ തരാം. വാസലി വാ. വരണ്ടടാ നാളെ. നീ വരണ്ട. നീ കറങ്ങി നടാടാ പട്ടി. ഞാൻ ഡോക്യുമെന്റ് എഴുതാൻ പോവാടാ തെണ്ടി. തെണ്ടിയുടെ മോനെ. പിന്നെ 50 CR എന്റെ പട്ടി കൊടുക്കും. വേറെ വല്ല കേസും ഉണ്ടെങ്കിൽ നോക്ക്. ഹലോ പറഞ്ഞോ. ഞാൻ പറയണത് ഭരിച്ചാർ അവനെ ഒന്ന് പിടിക്കട്ടെ. അതായിരിക്കും നല്ലത് അല്ലേ? ഹലോ ഞാനേ ഇത് ഊരി വെച്ച് ശവരത്തിന് പോഞ്ഞ. ഇതാണ് നല്ലത് കേട്ടോ. ഇതാ നല്ലത്. ഇതാ നല്ല ആർമർ മാത്രം ഇട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചു നോക്കാം. കാര്യം പറ്റേ ഇതുമല്ല. സൂര്യ അതെ 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 ഞാൻ കാര്യം പറ്റടാ തെണ്ടി. നീ മെറ്റലടാ നീ പട്ടി. നാണല്ലാത്തവനെ. സത്യമല്ലടാ. അമ്മ കൊണ്ട് സത്യം ചെയ്യടാ. ഏതമ്മ? അലീനമ്മല. എടാ കള്ള നീയേ ആദ്യം മര്യാദക്ക് നീ ആദ്യം നിൽക്കില്ലേ കേട്ടാ നീ കള്ള. ഞാൻ കൊറേ കണ്ടാ ഇത് കേട്ടാ. ഒലത്തൊന്നി അങ്ങ് മാറി. ഞാനും കൊറ കേട്ടാ മെച്ച പട്ടി നാളല്ലാത്തവനെ. സത്യം നീ ഒലത്തി നീ പോടാ. കട്ടിട്ടല്ലേ? ഞാൻ പറയണതേ എത്ര ദിവസത്തേക്കാ പീഡിയില്? ഇല്ല ഇവനെ ഞാൻ പിടിച്ചോളാം. ഇവനെ പിടിക്കുവേ. ഇവനെ ഞാൻ പിടിക്കും അലീന. അവൻ കസിനോലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ചന്ദ്ര. എന്റെ മനസ്സ് പറയുന്നു. മനസ്സങ്ങനെ പറഞ്ഞ ഇല്ല. മനസ്സങ്ങനെ വെറുതെ പറയത്തില്ല അലീന. അങ്ങനെ ഇല്ല. നമ്മള് തമ്മിലൊരു ടെലിപ്പതി ഉണ്ട്. ഞാൻ സൂര്യ അമ്മയ്ക്കും എപ്പോഴും മക്കളുടെ സാന്നിധ്യം അറിയാൻ പറ്റും. എടി ഒന്ന് നീ ഒന്ന് റഡാറിലൊന്ന് ഇതാക്കിയേ.
നീ നിന്റെ റഡാറിൽ എവിടെ നോക്കിയൊന്ന്, അതായത് നിന്റെ അതാണ് നിന്റെ മനസ്സിന്റെ റഡാറിൽ എവിടെയാണ്. എന്ത് തൊലിഞ്ഞ വണ്ടിയാണ് കസിനോ. ഫ്രണ്ടിലുണ്ട് ആള്, ഫ്രണ്ടില് പതുക്കെ ഇവിടുന്ന് കേറിയ സർപ്രൈസ് ആവും. ഡയറക്റ്റ് എന്താ മെറ്റാണവൻ? എടി ഇവൻ മെറ്റാ, ഇവൻ ഇന്ന് വണ്ടിയുടെ ഇടയിലോട്ട് പോയി. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. സാറേ കൈ തോക്കുമാര് ഹലോ തോക്കുമാര്. ഓക്കെ സൂര്യ പ്ലീസ് കം വിത്ത് us. ഓക്കെ നാണമില്ലാത്ത പട്ടി. ചന്ദ്ര പുള്ളിയെ കൊണ്ടുപോവാം. അമ്പത്തൂരെ സാർ കാര്യം പറ്റേ ഇങ്ങോട്ടെ ജൂടെ നിന്ന് എടാ ഇപ്പം പിടിച്ചില്ല ആളെ പിടിച്ചില്ലേ? നിന്റെ ഇപ്പൊ സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നാ? ഇല്ല തീർന്നിട്ടില്ല. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയുണ്ടല്ലോ ബാക്കി. ഇനി അല്ല, ഇനി പിടിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞല്ലേ, അപ്പൊ ആ ഒരു ഇതിലിട്ടൂടെ? അല്ല കുഞ്ഞിന്റെ കാര്യമില്ല, സാറിന്റെ കാര്യമുണ്ടല്ലോ. ആരെ രീതി വിട്ടാ മതി. രീതി വിട്ടാ ആരെ കൊല്ലടാ ചൂടാ കൊല്ലടാ. സാറേ ഇവിടെ ഗാങ്സ്റ്റേഴ്സ് എന്തോ അടിയാണോ സാർ? നമുക്കിവിടെ മാറിയാലോ? ആ സാർ എടാ ഞാൻ പറയാം ഞാൻ ഇപ്പൊ വെയിറ്റ് മാറ്റി വിളിച്ചോണ്ട് തല്ലിക്കൊല്ലേ. എടാ ജൂടെ ദൂരെ നിന്നിട്ട് അവനെ കൊന്നിട്ട് പോയ ജൂടെ ദൂരെ നിന്നിട്ട് അവനെ കൊന്നിട്ട് പോയ ജൂടെ. പെട്ടെന്ന് പോണേ. ഓൺ ഷോട്ടെ. ചുമ്മാ ഇടിക്കേ സാർ. കൊന്നിട്ട് പോയി സാർ. സാർ ആ ഹെലികോപ്റ്ററിലാണോ കൊന്നിട്ട് പോയെ? സൂര്യബോസിനെ പിടിച്ചോണ്ടാണ് സാർ അവനെ അടിച്ചിട്ട്. സാർ ആ ഹെലികോപ്റ്റർ പോയാൽ അല്ല ഈ സാർ അല്ല എന്റെ സാറിനെ വിളിച്ചേ. സാർ ഞാൻ പിസ്റ്റൽ എടുക്കാൻ നേരത്തെ പെട്ടെന്ന് എയർ വന്ന ഞാൻ ഹെലികോപ്റ്ററിനെ എയർ വെച്ച് പിടിച്ചു. കുഴപ്പമുണ്ടോ? അല്ല സാറേ കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ പെട്ടെന്ന് ചെയ്ത അല്ല പിസ്റ്റൽ അല്ലല്ല അത് ഞാൻ ഓക്കെ സോറി സാർ ഇനി ഉണ്ടാവില്ല സാർ. അല്ല പെട്ടെന്ന് ഒരാൾ മർഡർ ചെയ്തിട്ട് പോയപ്പോഴേ ഹെലികോപ്റ്റർ വന്ന് ആരും അടിച്ചിട്ടിട്ട് പോയി. സാറേ ഡോക്ടറാണ് സാർ. ഈ ഡോക്ടറിനെയാണ് നിങ്ങൾ അന്യായമായിട്ട് കൊല്ലാൻ വേണ്ടി സമ്മതിച്ചത്. നമുക്ക് മെഡിക്കൽ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ടില്ല, എന്ത് ചെയ്യും? കൊച്ചിന്റെ അച്ഛനല്ലേ താ നിക്കുന്നേ. വേറെ അച്ഛനുണ്ടോ? സാർ സൂര്യൻ അറസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ സാറേ? ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്ര, ഞാൻ പറഞ്ഞു ഒരു കുടുംബകല ഉണ്ടാകും. വേണ്ട, ഞാൻ പറഞ്ഞത് ആളിപ്പോ പീഡിയിലല്ലേ, അപ്പൊ എങ്ങനെ കൊണ്ടുവരും അതാണ് ഉദ്ദേശിച്ചത്. കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പുള്ളിയും വരും. നോ ഇഷ്യൂസ്. സാറേ
സാറാണോ ചന്ദ്രബോസ്? അതെ സാർ ഒന്നൊരു കാര്യം. പറഞ്ഞോ. സാറേ സാവി എന്ന് പറഞ്ഞൊരു കൊച്ചു ചെറുക്കനെ ഭീഷണിപ്പെടുത്തായിരുന്നു സാറേ. എന്താ സാറേ? സാവി എന്ന് പറഞ്ഞൊരു കൊച്ചു ചെറുക്കനെ ഭീഷണിപ്പെടുത്തായിരുന്നു സാറേ. ഇല്ല ഇല്ല ഭീഷണിപ്പെടുത്തിയില്ല. ഉറപ്പല്ലേ സാറേ? ഉറപ്പ്. അല്ല പയ്യന്റെ ഞാനൊരു മോനെ പോലെ നോക്കുന്ന ചെറുക്കനാണ്. ഇല്ല ഞാൻ അങ്ങനെ ഇല്ല സാർ. നമ്മള് പീടിയില് കാവലാണ് കാക്കി. ഓക്കെ. സാർ സാറിന് ആരുടെയും ഇതുണ്ടോ? ആരെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ എന്നാ അങ്ങനെയാണെങ്കിൽ ഓക്കെ സാറേ ഒന്ന് എഴുതിയെടുക്കാനായിരുന്നു. ഇല്ല അവര് സ്റ്റേറ്റ്മെന്റ് തന്നു ചന്ദ്ര. ഓക്കെ എന്തായാലും സാറേ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വി ക്യാൻ ഗോ ടു ദ ഡിഒജെ. ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ.